ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിക്കൽ പ്രോപ്പർട്ടിയാണ് പഠിച്ചിരുന്നത്. ഇനി നമുക്ക് എംപിരിക്കൽ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്ലാസിക്കൽ പ്രോപ്പർട്ടിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായി. ക്ലാസിക്കൽ പ്രോപ്പർട്ടി എപ്പോഴും ഈക്വൽ ചാൻസസ്, അതായത് ഈക്വലി ലൈക്ലി കേസസ് മാത്രമേ അവിടെ ക്ലാസിക്കൽ പ്രോപ്പർട്ടിയിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ലിമിറ്റേഷൻ അത് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദ നമ്പർ ഓഫ് ട്രയൽസ് ബിക്കം ലാർജ്, ഇഫ് ഇറ്റ് ഇസ് ഇൻഫിനിറ്റ് ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ്, ഈ ക്ലാസിക്കൽ പ്രോബിലിറ്റിയിൽ വർക്കൗട്ട് ആവില്ല. ഓക്കെ, പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇഫ് യു ആർ ഡീവിയേറ്റിംഗ് ഫ്രം ഗെയിംസ് ഓഫ് ചാൻസ്, അതായത് ഗെയിംസ് ഓഫ് ചാൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടോസിങ് കോയിൻ അല്ലെങ്കിൽ റോളിങ് എ ഡൈ, ഇതൊക്കെയാണ് ഗെയിംസ് ഓഫ് ചാൻസ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറച്ച് ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കേസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ പ്രോബിലിറ്റിക്ക് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് തന്നെ പ്രോബിലിറ്റി തിയറിക്ക് വലിയൊരു ഗ്രോത്ത് ക്ലാസിക്കൽ പ്രോബിലിറ്റിനെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. സോ അവിടെ ഇതൊക്കെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് വരും ക്ലാസിക്കൽ പ്രോബിലിറ്റീന്. സോ നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഏത് കേസിലാണ്? നമ്പർ ഓഫ് ടൈംസ് ട്രയൽസ് വരുവാണെങ്കിൽ, അതായത് ഇൻഫിനിറ്റ് കേസസോ അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫിനിറ്റ് കേസസോ വരുന്നതെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റിയിലേക്ക് മാറും. അതായത് ലാർജ് നമ്പർ ഓഫ് കേസസ് വരുന്ന കേസിൽ നമുക്ക് ക്ലാസിക്കൽ പ്രോബിലിറ്റിയിൽ നിന്ന് റെഡിയാക്കാൻ പറ്റില്ല, കാര്യങ്ങളൊന്നും റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എംപിരിക്കൽ പ്രോബിലിറ്റിയിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒരു ഗ്രേഡ് അപ്പ് ആവും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി എന്ന് പറയും. അപ്പം എംപിരിക്കൽ പ്രോബിലിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി പ്രോബിലിറ്റി എന്നൊക്കെ പറയുന്നത് എംപിരിക്കൽ പ്രോബിലിറ്റി തന്നെയാണ്. അതായത് വെൻ ദ നമ്പർ ഓഫ് കേസസ് ഇൻക്രീസസ് ദെൻ ഇറ്റ് ഗോസ് ടു എ റെഗുലർ കോൺസ്റ്റന്റ്. അപ്പോൾ എത്ര തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ അത്രയും തവണ ഒരു റെഗുലർ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് അത് എത്തിക്കൊണ്ടേയിരിക്കും. That is called statistical regularity. So it is called statistical probability also. അപ്പം നേരത്തെ ക്ലാസിക്കൽ പ്രോബിലിറ്റിയിൽ നമ്മൾ എന്ത് ഫോർമുല പഠിച്ചത്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലേ നമ്മൾ പഠിച്ചത്? അതിൽ കുറച്ചും കൂടെ ഒരു ഡീവിയേഷൻ, ലിമിറ്റിംഗ് ദ നമ്പർ ഓഫ് കേസസ് ബിക്കംസ് വെരി ലാർജ്. അപ്പോൾ അതിനൊരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇഫ് എ ഇസ് ദ event occurs, if the number of times increases, then we can say that limit n tends to infinity m by n. It is the limit of the ratio of the number of times an event A happens m to the total number of trials, as the number of trials tends to infinity is called the probability of the event A. The probability of event A is equal to limit n tends to infinity m by n. അപ്പോൾ ഇതാണ് നമ്മുടെ എംപിരിക്കലിൻ്റെ ഫോർമുല. ഓക്കെ, ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ഫോർമുലയ്ക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നേരത്തെ ക്ലാസിക്കൽ പ്രോബിലിറ്റിക്ക് നമ്മൾ പ്രയറി പ്രോബിലിറ്റി എന്നൊരു വാക്ക് പറഞ്ഞു അല്ലേ? അപ്പം അതിനെക്കാട്ടും കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആണല്ലോ സംഭവം. അപ്പോൾ ഇതിനെ പോസ്റ്റീരിയോറി പ്രോബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഇതിന് ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഒന്ന് പോസ്റ്റീരിയോറി പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി, ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി. അപ്പോൾ ഇതിന് ഒരുപാട് പേരുണ്ട്. ഏതൊക്കെയാണ്? എംപിരിക്കൽ പ്രോബിലിറ്റി, പോസ്റ്റീരിയറി പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി, ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി. ചില സമയത്ത് റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ആസ് n increases m by n tends to a constant. ഓക്കെ, ആ ഫ്രീക്വൻസി ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം നമ്മളുടെ നമ്പർ ഓഫ് ട്രയൽസ് നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്പർ ഓഫ് ട്രയൽസ് 10 തവണ ചെയ്തു എന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ ഗെറ്റിംഗ് ഹെഡ്സ് കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സ്, അപ്പോൾ അത് 6 ആണെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ അവിടെ ഫ്രീക്വൻസി റേഷ്യോ എന്താ വരുന്നത്? അപ്പോൾ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 6/10. 6/10 എന്ന് പറഞ്ഞാൽ 0.6 അല്ലേ? ഇനി ഞാൻ 25 തവണയാണ് ഇടുന്നതെങ്കിലോ? ചിലപ്പോൾ 10 തവണയായിരിക്കും എനിക്ക് ഹെഡ്സ് കിട്ടുന്നത്. 25 തവണ ഞാൻ മൊത്തം ഇട്ടു, അതിൽ എനിക്ക് 10 തവണ ഹെഡ്സ് കിട്ടി. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് എഴുതുക? 10/25. 10/25 എത്രയാണ്? ദാറ്റ് ഈസ് 0.40. ദാറ്റ് ഈസ് 0.4. ഓക്കെ, നെക്സ്റ്റ് 50 തവണ ഞാൻ നമ്പർ ഓഫ് ട്രയൽസ് കൂട്ടി. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്നത് 28 തവണയാണെങ്കിലോ? 28 തവണ, ദാറ്റ് ഈസ് 28/50. 28/50 ഈസ് 0.56. ഓക്കെ, ഇനി ഞാൻ 100 തവണയാണ് ഇടുന്നത്. 100 തവണ ചെയ്തപ്പോൾ എനിക്ക് 54 തവണയാണ് ഹെഡ്സ് കിട്ടിയത്.
ഓക്കെ, ദാറ്റ് ഇസ് 54 by 100, ദാറ്റ് ഇസ് 0.54. നോക്കൂ, ഇത് കാണുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കുറഞ്ഞ് 0.6, 0.4 ആയി, 0.56 ആയി, 0.54 ആയി. അപ്പോൾ ഇത് ഏതിലേക്കാണ് വരേണ്ടത്? നമുക്ക് ഒരു അൺബയസ്ഡ് ഡൈ ആണെങ്കിൽ, അൺബയസ്ഡ് കോയിൻ ആണെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്? അതായത് 5 ഹെഡ്സും 5 ടെയിൽസും ആണ് വരേണ്ടത് 10 തവണ ഇടുവാണെങ്കിൽ അല്ലേ. പക്ഷേ നമുക്ക് വന്നിരിക്കുന്നത് 6/10. ഓക്കെ, അപ്പം നമ്മൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം അത് എന്ത് വരും? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി വന്നുകൊണ്ടിരിക്കും, ഒരു കോൺസ്റ്റന്റിലേക്ക്, അതായത് 0.5ലേക്ക് വന്നുകൊണ്ടിരിക്കും ആ റേഷ്യോ. അപ്പം നമുക്ക് നോക്കാം, ഒന്നുകൂടെ നോക്കാം. ഇനി 200 തവണയാണ് ചെയ്യുന്നതെങ്കിലോ? 200 തവണയാണ് ചെയ്യുന്നതെങ്കിൽ 96 എണ്ണാണ് വന്നതെങ്കിൽ 96/200. 96/200 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.48. അപ്പോൾ 0.48 വരും. അപ്പോൾ വീണ്ടും കണ്ടോ, 0.4 ആയി, 0.56 ആയി, 0.54 ആയി, 0.48 ആയി. അപ്പം ഇത് ഏതിലേക്കാണ് പോകുന്നത് നോക്കാം. അതായത് 0.5ലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ലൊരു കോയിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും 5 ഹെഡ്സും 5 ടെയിൽസും ആണ് വരേണ്ടത്. അല്ലെങ്കിൽ 100 പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ 50 ഹെഡ്സും 50 ടെയിൽസും ആണ് വരേണ്ടത്. അപ്പോൾ ആ ഒരു റെഗുലാരിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, അടുത്തത് 400 തവണ ഇട്ടു, 203 തവണയാണ് വന്നത്. അപ്പോഴും നോക്കുക, 203/400 ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? 0.5075. അഗൈൻ ഇറ്റ് ബിക്കംസ് 0.5നോട് അടുത്ത് വന്നു അല്ലേ. അഗൈൻ 800 തവണ ഇട്ടു, 800 തവണ നമ്പർ ഓഫ് ടൂസസ്, അതിൽ 398 തവണയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടോസസ് 800 ആയപ്പോൾ എനിക്ക് 398 കിട്ടി. അതായത് 398/800 എത്ര വരും? 0.4795. ഇനി ടോസ് ചെയ്യുന്നത് 1000 തവണയാണ്. അപ്പോൾ എനിക്ക് 498 കിട്ടി. ദാറ്റ് ഈസ് 498/1000. ദാറ്റ് ഈസ് 0.498. That is also reaching to 0.5. Next is 10,000 times. 10,000 തവണ ഞാൻ ഇട്ടു. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 4,990 തവണ ഹെഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് 4,990/10,000 എത്ര വരും? 0.499. അപ്പോൾ ഈ ഒരു റെഗുലാരിറ്റി കാണുന്നുണ്ടോ? അതായത് 0.5ലേക്കാണ് ഇതൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നല്ലൊരു കോയിൻ തന്നെയാണ് അത്. അതൊരു റെഗുലാരിറ്റി ഷോ ചെയ്യുന്നുണ്ട്. ആസ് ദ നമ്പർ ഓഫ് കേസസ് ഇൻക്രീസസ് അല്ലേ, നമ്പർ ഓഫ് ട്രയൽസ്, നമ്മൾ എടുക്കുന്ന ട്രയൽ എത്ര തവണ കൂട്ടുന്നോ അത്ര തവണ അത് കറക്റ്റായിട്ട് വരിക ചെയ്തത്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഇഫ് ദ നമ്പർ ഓഫ് ടോസസ് ഇൻക്രീസസ്, ഇഫ് ദ നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസസ് അല്ലേ, അപ്പം നമുക്ക് എന്താ പറയാം? ഇറ്റ് ഷോസ് എ റെഗുലാരിറ്റി ഇൻ ദ വാല്യൂ ഓഫ് ദ എക്സ്പെരിമെൻറ്റ് അല്ലേ. അപ്പം നമുക്ക് ഇതാണ് ഫ്രീക്വൻസി റേഷ്യോ, അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എംപിറിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി പഠിച്ചു. ഒന്ന് ക്ലാസിക്കൽ പ്രോബബിലിറ്റി പഠിച്ചു, ഒന്ന് എംപിറിക്കൽ പ്രോബബിലിറ്റി. ക്ലാസിക്കൽ പ്രോബബിലിറ്റിനെ മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി എന്നും പറയും, അതുപോലെ പ്രയറി പ്രോബബിലിറ്റി എന്നും പറയും. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എംപിറിക്കൽ പ്രോബബിലിറ്റിനെ നമുക്ക് പോസ്റ്റീരിയറി പ്രോബബിലിറ്റി എന്നും പറയും. എന്തായാലും ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി കൊണ്ടുവന്ന ആളുടെ പേര് റിച്ചാർഡ് വോൺ മൈസസ്. ഹീസ് എ ജർമ്മൻ മാത്തമെറ്റീഷ്യൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി കൊണ്ടുവന്ന ആളുടെ പേര് റിച്ചാർഡ് വോൺ മൈസസ്. ഞാനിന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം എങ്ങനെയാണ്? ഔട്ട്കം തന്നിട്ടുണ്ട്. ഓൾ 3 ഹെഡ്സ്, 3 ഹെഡ്സും വരുന്നത് ഫ്രീക്വൻസി 23 ആണ്. 2 ഹെഡ്സ് വരുന്നത് 72 ആണ്. 1 ഹെഡ് വരുന്നത് 79 ആണ്. 0 ഹെഡ് വരുന്നത് 26 ആണ്. ടോട്ടൽ 200. ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കാം: പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഹെഡ് വരാം, 2 ഹെഡ്സ് വരാം, 3 ഹെഡ്സ് വരാം അല്ലേ. അപ്പം ഏതൊക്കെ ചാൻസസ് ആണുള്ളത്? 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം, 3 ഹെഡ് വരാം. ആകെ 3 എണ്ണേ ഇടുന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു ചാൻസസേ ഉള്ളൂ അല്ലേ. ഒന്നുകിൽ ഒരു ഹെഡ് വരും, അപ്പോൾ 2 ടെയിൽ വരാം, അല്ലെങ്കിൽ 2 ഹെഡ് വരുമ്പോൾ 1 ടെയിൽ വരാം,
അല്ലെങ്കിൽ 3 ഹെഡ്സ് വരുന്നത്. അപ്പോൾ ഇത്രയും ചാൻസസ് ആണുള്ളത് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും? 1 ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? 79 ആണ് അല്ലേ? 79 ചാൻസസ് ആണ്. 79 പിന്നെയോ പ്ലസ് 2 ഹെഡ് എന്ന് പറയുമ്പോൾ 72, പിന്നെ 3 ഹെഡ് എന്ന് പറയുമ്പോൾ 23 ഡിവൈഡഡ് ബൈ ഓൾ ടുഗെദർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്രയാണ്? 200/200. ഇത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കഴിഞ്ഞ സെക്ഷനിൽ ഞാനൊരു ക്ലാസ് എടുത്ത സമയത്ത് 1/25 എങ്ങനെയാണ് 1/25 പ്ലസ് 1/25 എങ്ങനെയാണ് 2/25 ആവുന്നത് 2/50 അല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറും കൂടെ ഞാനിപ്പോൾ പറയാണ്. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 1/25 പ്ലസ് 1/25 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഭാഗത്തും നോക്കുക. LCM ആണ് നമ്മൾ നോക്കുക. അപ്പോൾ ന്യൂമറേറ്ററിൽ ഉള്ളത് അവിടെ നിൽക്കട്ടെ, ഡിനോമിനേറ്ററിൽ ചെക്ക് ചെയ്യുക. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ഒറ്റ ബൈ ഇട്ടിട്ട് 25 ഇട്ടാൽ മതി. എന്നിട്ട് മുകളിലുള്ളത് എന്താണെങ്കിലും അത് തമ്മിൽ ആഡ് ചെയ്യുക. 1 + 1 അതാണ് കൊടുക്കേണ്ടത്. 1 + 1 = 2/25. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്, അതായത് ടി ടെസ്റ്റിന്റെ കേസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 1/n1 + 1/n2. അപ്പോൾ ആ ഒരു കേസിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൗട്ടായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഈസ് 1 ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 1 ഹെഡ് ആവാം, അല്ലെങ്കിൽ ഓർ 2 ഹെഡ് ആവാം, ഓർ 3 ഹെഡ് ആവാം അല്ലെ? 3 ചാൻസസ് ആണ്. അതായത് ആക്ച്വലി 1 ഹെഡ് എന്ന് പറഞ്ഞാൽ 79/200 എന്നാണ് അർത്ഥം. പ്ലസ് ഓർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്ലസ് ആട്ടാ. ആൻഡ് എന്ന് പറയുന്നത് ഇൻറ്റു. നമ്മുടെ പ്രോബിലിറ്റിയിൽ അങ്ങോളം നോളം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓർ എന്ന് പറയുന്നത് പ്ലസും ആൻഡ് എന്ന് പറയുന്നത് ഇൻറ്റു. ഓക്കെ. അപ്പം 2h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഹെഡ്സ് വരുന്നത് 72. അപ്പോൾ 72/200 പ്ലസ് all 3 heads, that is 23. അപ്പോൾ 23/200. ശരിക്കും ഇങ്ങനെ വേണം ആഡ് ചെയ്യാൻ. പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം താഴെ ഡിനോമിനേറ്ററിൽ സെയിം ആണെങ്കിൽ നമുക്കൊരു ഒറ്റ ബൈൻ്റെ ആവശ്യമുള്ളൂ. കാരണം എല്ലാത്തിൻ്റെ LCM സെയിം ആണല്ലോ. 200 200 200 എല്ലാത്തിൻ്റെ LCM എത്രയാണ് വരിക? മൂന്നിനും LCM എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 200 തന്നെയാണ് കിട്ടുക. ഓക്കെ. അപ്പം നമുക്ക് മുകളിലുള്ളത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 9 + 2 11 + 3 14 1 3 + 7 10 10 + 7 17 174/200. അപ്പോൾ എത്രയായാലും നമുക്കൊരു ആൻസർ കിട്ടുന്നത് 0ൻ്റെയും 1ൻ്റെയും ഉള്ളിലായിരിക്കും. നമുക്കിനി പ്രോബബിലിറ്റീൻ്റെ അങ്ങോളം, പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് 0 മുതൽ 1ൻ്റെ ഉള്ളിലുള്ള ആൻസർ മാത്രമേ വരുള്ളൂ. ഒരു 2ഓ അല്ലെങ്കിൽ ഒരു -1ഓ വരില്ല. ഞാൻ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 174/200 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പോയിന്റ് സംതിങ് വാല്യൂ വരുള്ളൂ അല്ലേ? 174 എന്ന് പറഞ്ഞാൽ 200-നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു വാല്യൂ വരും. ഓക്കെ. 174/200 എന്ന് പറഞ്ഞാൽ 0.87 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോബിലിറ്റീൻ്റെ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ 0ൻ്റെയും 1ൻ്റെയും ഉള്ളിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ കിട്ടിയത് 0.87 എന്നാണ്. ഓക്കെ. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എനിക്കാണെങ്കിൽ, അതായത് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ് ടു 1 ഹെഡ്. അപ്പോൾ അപ് ടു 1 ഹെഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 0 ഹെഡ്സ് വരാം, 1 ഹെഡ് വരാം. ഓക്കെ. അപ്പം ഞാനിതൊന്ന് വായിക്കുന്നുണ്ട്. മോസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 1 ഹെഡ് വരെ വരാം, 1 ഹെഡ് വരെ വരാം. ഓക്കെ. അതായത് 0 ഹെഡ്സ് ആകാം, അല്ലെങ്കിൽ 1 ഹെഡ്സ് ആകാം. ഓക്കെ. ആ ഒരു ചാൻസ് മറന്നു പോകരുത്. എല്ലാവരും 1 ഹെഡ് എന്ന് മാത്രം എഴുതി പോകും. അപ്പം അപ് ടു 1 ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഹെഡ്സിന് അവിടെ ചാൻസ് ഉണ്ട്. ഓക്കെ. ഒറ്റ ഹെഡും വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 0 ഹെഡ്സും 1 ഹെഡ്സും. 0 ഹെഡ്സ് എന്ന് എന്താണ് ഇവിടെ? 26/200 പ്ലസ് 1 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 79/200. ഓക്കെ. അപ്പോൾ 200 = ഞാൻ പറഞ്ഞു LCM എടുക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഒന്നും നോക്കണ്ട. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ചുമ്മാ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക, താഴെയുള്ള ഈ സെയിം നമ്പർ എടുത്ത് ഇവിടെ എഴുതുക, എന്നിട്ട് മുകളിലുള്ളത് ആഡ് ചെയ്യുക. 26 + 79 ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. 105/200 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അറ്റ്മോസ്റ്റ് 1 ഹെഡും അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ആകുമ്പോൾ നമ്മൾ കൂട്ടി ചെയ്യുന്നു. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയാണ്. ഇഫ് എ ഡൈ ഈസ് റോൾഡ് 6000 ടൈംസ്. ഇഫ് എ ഡൈ ഈസ് റോൾഡ് 6000 ടൈംസ്. ഓക്കെ. 6000 ടൈംസ് പറഞ്ഞാൽ ഏത് കേസിലേക്ക് വന്ന്? എംപിരിക്കൽ പ്രോബിലിറ്റി ആയി.
the probability of getting 5 എന്ന് പറഞ്ഞ നമ്പർ കിട്ടുന്ന ചാൻസ് ഇഫ് ഇറ്റ് ഇസ് 990. 6000 നമ്പർ ഓഫ് ട്രയൽസ് എടുത്തു, ഒരു ഡൈ ടോസ് ചെയ്യാണ്, ഡൈ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 6000 ടൈംസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ നമ്പർ 5 990 ടൈംസ്. then what's the probability of getting 5 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 990 by 6000. 990 by 6000. okay, number of trials increase ചെയ്യുന്നതാണ് എന്ത്? empirical probability. അപ്പോൾ next question. Following table depicts the compensation received by 800 employees in an organization. വേജസും നമ്പർ ഓഫ് എംപ്ലോയീസും ഒക്കെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ആൻ എംപ്ലോയി സെലക്റ്റഡ് ഹാസ് വേജസ് ബിറ്റ്വീൻ 400 and 1000. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേജസ് ലെസ് ദാൻ 600. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേജസ് മോർ ദാൻ 800. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേജസ് ബിറ്റ്വീൻ 400 and 1000. 400 to 600 ഉള്ളത്, 600 to 800 250 ഉണ്ട്, 800 to 1000 300 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. 400 and 1000 ഇടയിലാണ് ചോദിക്കുന്നത്, ബിറ്റ്വീൻ കേട്ടോ, ബിറ്റ്വീൻ. അപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ ആഡ് ചെയ്യണം. 120 പ്ലസ് 250 പ്ലസ് 300 ഡിവൈഡഡ് ബൈ മൊത്തം എത്ര വരും? ടോട്ടൽ നമ്പർ ഇസ് 800. ദാറ്റ് ഇസ് 800. ദാറ്റ് ഇസ് വി ഗെറ്റ് എത്ര വരും? 770 by 800. പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 67 by 8, ദാറ്റ് ഇസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. നെക്സ്റ്റ് ലെസ് ദാൻ 600 എത്ര പേർക്കാണ് കിട്ടുന്നത്? ലെസ് ദാൻ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലെസ് ദാൻ, പ്രോബിലിറ്റി ഓഫ് വേജസ് ലെസ് ദാൻ 600. 600നേക്കാൾ കുറവ് എത്ര പേർക്കാണ് കിട്ടുന്നത്? അപ്പോൾ നമുക്കറിയാം 200 to 400 80% ഉണ്ട്, അതുപോലെ 400 to 600 കിട്ടുന്നത് 120%. അപ്പോൾ ലെസ് ദാൻ 600 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു ദിസ് 80 plus 120 അല്ലേ, 80 plus 120 divided by total number of persons is 800. So 200 by 800 which is equal to 2 by 8 which is equal to 1 by 4 which is equal to 0.25. okay, ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മോർ ദാൻ 800. വേജസ് 800നേക്കാൾ കൂടുതൽ എത്ര പേർക്കാണ് കിട്ടുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പം നമുക്കറിയാം 800നേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇതാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് എടുക്കരുത്, കൺഫ്യൂഷൻ ആവരുത്, ഇതല്ല, ഇത് അപ് ടു 800 ആണ്. അപ്പോൾ മോർ ദാൻ 800 എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ 300 പ്ലസ് 50. ഓക്കെ, 300 പ്ലസ് 50 by total number of outcomes, that is 800. That is 350 by 800 which is equal to 35 by 80. വേണമെങ്കിൽ നമുക്ക് അതൊന്ന് ചെയ്ത് കണ്ടുപിടിച്ചേക്കാം രണ്ടും. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വേജസ് ബിറ്റ്വീൻ 400 and 1000 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അല്ലേ, 400ൻ്റെയും 1000ൻ്റെയും ഉള്ളിൽ എന്ന് പറയുമ്പോൾ 120 plus 250 plus 300 divided by total number of outcomes. Total number of outcomes ആണ് 800% ആണുള്ളത് ടോട്ടൽ. ഓക്കെ, അപ്പോൾ 670 by 800 that is 67 by 80 which is equal to 0.8375. പിന്നെ പ്രോബിലിറ്റി ലെസ് ദാൻ 600 വേജസ് 600ൽ കുറവ് എത്ര പേർക്കാണ് കിട്ടാനുള്ള സാധ്യത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് 600നേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ ഇതെടുക്കരുത്, 600 എബവ് ആണ് ഇത് അല്ലേ, അപ്പോൾ ഇതാണ് എടുക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് 80 plus 120. 80 plus 120 divided by 800. That is 200 by 800 is equal to 0.25. Okay, any probability of wages getting more than 800. Probability of wages getting more than 800. 800നേക്കാൾ കൂടുതൽ എത്ര പേർക്ക് കിട്ടാൻ സാധ്യത ഉള്ളത്? 800 to 1000 എന്ന് പറഞ്ഞാൽ 300, 1000 to 1200 എന്ന് പറഞ്ഞാൽ 50 ആണ്. That is 300 plus 50 by total, that is 800. That is 350 by 800 is 35 by 80 which is equal to 0.4375. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എംപിറിക്കൽ പ്രോബിലിറ്റിയിലെ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ആക്സിയോമാറ്റിക് പ്രോബിലിറ്റി ആണുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് സെറ്റ് തിയറി അതുപോലെ മ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ആവശ്യം വരാറുണ്ട്. രണ്ട് പോർഷനും നമുക്ക് അത്യാവശ്യം വേണ്ടതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകും. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്കിനി ആക്സിയോമാറ്റിക് പ്രോബിലിറ്റീന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. അതായത് നമുക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും അതുപോലെ തന്നെ സെറ്റ് തിയറിക്കും വേണ്ടിയിട്ട്
അപ്പം എല്ലാ എംപിറിക്കൽ പ്രോപ്പർട്ടി ഇതൊരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതിപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് ആക്സിയോമാറ്റിക് പ്രോബബിലിറ്റി ആണ്. ദാറ്റ് ഇസ് മോഡേൺ അപ്രോച്ച് ടു പ്രോബബിലിറ്റി. നമ്മൾ ഇതുവരെ പഠിച്ചത് ക്ലാസിക്കൽ പ്രോബബിലിറ്റി, ദാറ്റ് ഇസ് ക്ലാസിക്കൽ പ്രോബബിലിറ്റി ഓർ പ്രയറി പ്രോബബിലിറ്റി ആൻഡ് എംപിറിക്കൽ പ്രോബബിലിറ്റി ഓർ പോസ്റ്റീരിയറി പ്രോബബിലിറ്റി അല്ലേ. ക്ലാസിക്കൽ പ്രോബബിലിറ്റി തന്നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്നാണ് എന്തിനറിയപ്പെടുന്നത്, ഈ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആയിട്ടുള്ള എംപിറിക്കൽ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്.